2817 കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ എന്ന സ്വപ്ന പദ്ധതി. 1940 കോടി രൂപ കേന്ദ്രവും 1000 കോടി രൂപയ്ക്കടുത്ത് സംസ്ഥാനങ്ങളും മുടക്കുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നത് ആരൊക്കെയാണ്? അത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയും, ജെഫ് ബെസോസിന്റെ ആമസോണും, ബാബ രാംദേവിന്റെ പതഞ്ജലിയും, സഞ്ജീവ് പുരിയുടെ ITCയുമാണെങ്കിലോ? 2817 കോടിയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന് കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ 3 അംഗീകാരം നൽകിയത്. രാജ്യമെങ്ങും ഡിജിറ്റൽ സൗകര്യങ്ങളിലൂടെ കൃഷി വളർത്താനുള്ള സ്വപ്ന പദ്ധതി എന്നാണ് വിശേഷിപ്പിച്ചത്. 2020 തുടങ്ങിയ ആലോചനയാണ് 2024 യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. സമ്പൂർണ്ണ ഹൈടെക് കൃഷി. ഡിജിറ്റൽ സൗകര്യങ്ങളിലൂടെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും സർക്കാർ സേവനങ്ങൾ, രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും മുഴുവൻ വിവരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ. ഇങ്ങനെ പോകുന്നു ആ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന്റെ വിശേഷങ്ങൾ. ഈ പദ്ധതിയിൽ എന്താണ് ജിയോയ്ക്കും ആമസോണിനും പതഞ്ജലിക്കും കാര്യം? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജിയോ വിതയ്ക്കും, ആമസോൺ കൊയ്യും. 2817 കോടിയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ പദ്ധതിക്ക് തിങ്കളാഴ്ച മാത്രമാണ് അംഗീകാരം നൽകിയത്. പക്ഷേ അതിനും വളരെ മുൻപ് തന്നെ ഈ 4 കമ്പനികളുമായി കരാറിലെത്തിയിരുന്നു. ഇതാ റിലയൻസ് ജിയോയുമായി രാജ്യത്തിന്റെ കാർഷിക മന്ത്രാലയം ഉണ്ടാക്കിയിരിക്കുന്ന ആ മുഖ്യ കരാർ. ഈ കരാറിന്റെ 4ാം പേജ് നോക്കാം. പദ്ധതിയുടെ ഫാം മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന കൃഷി നിയന്ത്രണ സംവിധാനം തയ്യാറാക്കേണ്ടത് ജിയോ ആണ്. മാത്രവുമല്ല, കാലാവസ്ഥയെക്കുറിച്ചും ജലസേചനത്തെക്കുറിച്ചും പോഷക വിവരങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ ജിയോ ആണ് വിവരം നൽകേണ്ടത്. കേന്ദ്ര സാങ്കേതിക മന്ത്രാലയം കർഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങളും ജിയോ സംവിധാനം വഴിയാകും കൈമാറുക. കർഷകരുടെ മുഴുവൻ വിവരങ്ങളും ജിയോ നിയന്ത്രിക്കും. സർക്കാർ പദ്ധതികളെക്കുറിച്ച് കർഷകരെ അറിയിക്കുന്നതും ജിയോ തന്നെയായിരിക്കും. ഒരൊറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ജിയോ തന്നെയാണ് പദ്ധതിയുടെ നടത്തിപ്പ് മുഴുവൻ. സംഭവം ഇവിടെ കഴിഞ്ഞെന്നാണോ? അല്ല. ഇനിയാണ് ആമസോണിന്റെയും പതഞ്ജലിയുടെയും റോൾ. കൃഷി ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിയിൽ എന്താണ് ആമസോണിനും പതഞ്ജലിക്കും റോൾ? സ്വാഭാവികമായ ഒരു സംശയമാണല്ലേ? എന്നാൽ അതിനുള്ള ഉത്തരം ഇതാ. ആമസോൺ ഇന്റർനെറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ജെഫ് ബെസോസിന്റെ ഇന്ത്യയിലെ കമ്പനിയുടെ ക്ലൗഡ് സംവിധാനമാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി അനുവദിക്കുന്നത്. ആമസോൺ വെബ് സർവീസസിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഉപയോഗിക്കുന്നത്. കാർഷിക സംബന്ധിയായ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുക മാത്രമല്ല ജോലി. ശേഖരിക്കുന്ന ഒരു വിവരം ചോർത്താൻ കഴിയില്ല. എന്നാൽ അത് വിശകലനം ചെയ്ത് കർഷകർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ ലഭ്യമാക്കണമെന്നും അതിനായി ഉപകരാർ നൽകാമെന്നുമാണ് 2ാമത്തെ വ്യവസ്ഥ. ഇനി 3ാമത്തെ വ്യവസ്ഥയിലേക്ക് പോയാൽ, 3ാമത്തെ വ്യവസ്ഥ അനുസരിച്ച് കൃഷിക്ക് നിലമൊരുക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള മുഴുവൻ വിവരങ്ങളും ആമസോൺ നൽകണം. ആമസോൺ കഴിഞ്ഞ് നമുക്കിനി പതഞ്ജലിയിലേക്ക് പോയാൽ അവരുടെ പണി കുറച്ചുകൂടി കഠിനമാണ്. ഈ പദ്ധതി നടപ്പാക്കാനുള്ള സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസ് അഥവാ വിഷയ വൈദഗ്ധ്യം നൽകേണ്ടത് പതഞ്ജലിയുടെ ഓർഗാനിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഹരിദ്വാറിലും ഹാമിർപൂരിലും മൊറേനിയയിലുമാണ് പതഞ്ജലിയുടെ പൈലറ്റ് പദ്ധതി വേണ്ടത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് പോകാം. ഒരു വഴിക്ക് പോകുമ്പോൾ ഉപകരിക്കും. സ്ഥാപിച്ചിട്ട് കുറച്ച് വർഷങ്ങളായ പതഞ്ജലി ഓർഗാനിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ നാട്ടുകാർ അറിഞ്ഞു നടപ്പാക്കിയിട്ടുള്ള പദ്ധതി യോഗാഹാറാണ്. യോഗയിലൂടെ ആഹാരം എന്ന് പറയാം. അതായത് വിതയ്ക്കുന്ന മണ്ണിൽ നിന്ന് വിള വേണ്ടിടത്തൊക്കെ കണ്ടെത്തും എന്നതാണ് യോഗാഹാറിന്റെ അടിസ്ഥാന പ്രമാണം. ഗംഗയിലെ മലിനജലത്തെ ഖരമാലിന്യമാക്കാനുള്ള പദ്ധതിയാണ് പതഞ്ജലി നടപ്പാക്കിയ മറ്റൊന്ന്.
നിർമ്മാതാക്കളായ ITC ആണ് വിള ഉപദേശം നൽകുക. ഓരോ പ്രദേശത്തും എന്ത് കൃഷി വേണമെന്നും അത് ഏതളവിൽ വേണമെന്നുമൊക്കെ ITC നിർദ്ദേശിക്കും. ആ നിർദ്ദേശം പ്രത്യേക ആപ്പ് വഴി കർഷകരിലേക്ക് എത്തും. ഓരോ പ്രദേശത്തും എന്ത് കൃഷി ചെയ്യണം എന്നത് മാത്രമല്ല, ഏത് വിത്ത് ഉപയോഗിക്കണം എന്ന് കൂടി ITC നിർദ്ദേശിക്കുമെന്നാണ് നിലവിലെ കരാറിലെ വ്യവസ്ഥ. കൊയ്ത്തിനുള്ള ഉപദേശവും പൂർണ്ണമായും നൽകുന്നത് ITCയുടെ സംവിധാനങ്ങൾ വഴി തന്നെയാണ്. ITCയുടെ ഈ ചൗപ്പാൽ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്നും കരാർ വ്യക്തമാക്കുന്നുണ്ട്. ആധാർ നമ്പർ പോലെ കർഷകർക്ക് നൽകുന്ന യുണീക്ക് ID, ആധാരത്തിന്റെ ഡിജിറ്റൽ റെക്കോർഡ്, മണ്ണ് പരിശോധിച്ചതിന്റെ ഡിജിറ്റൽ രേഖകൾ, ഉപയോഗിച്ചിരിക്കുന്ന വിത്തുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, എന്തൊക്കെ വിളകൾ എന്നീ വിവരങ്ങളൊക്കെയാണ് അതിലുള്ളത്. രാജ്യത്തെ കൃഷിയുടെ പൂർണ്ണ അർത്ഥത്തിലുള്ള വിവര വിശകലനമാണ് ITC നടത്തുക എന്നർത്ഥം. 100 മേനി എന്നാൽ 1 മണി വിത്തിൽ നിന്ന് 100 മണി ധാന്യം ഉണ്ടാക്കുക എന്നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി പണം ഉപയോഗിച്ച് 100 മേനി കൊയ്യാൻ പോകുന്നത് നമ്മൾ ചർച്ച ചെയ്ത ഈ കമ്പനികൾ കൂടിയാണ്. ആധാർ പോലൊരു സംവിധാനം രാജ്യത്തുണ്ടാക്കിയത് സർക്കാർ മേഖലയിലാണ്. 140 കോടി ജനങ്ങളുടെ ആ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് സെൻട്രൽ ഐഡന്റിറ്റീസ് ഡാറ്റ റെപ്പോസിറ്ററിയിലാണ്. അതായത് വേണമെന്ന് വിചാരിച്ചാൽ സർക്കാരിന് തന്നെ സാധിക്കുന്നതാണിത്. അതിന് പകരമായി കൃഷിയുടെ ഡേറ്റ ഇനി സൂക്ഷിക്കുന്നത് സ്വകാര്യ ക്ലൗഡ് സ്റ്റോറേജുകളിലാണ്. അതിനേക്കാൾ ഗുരുതരമാണ്, അത് വിശകലനം ചെയ്യുന്നതും ഈ കമ്പനികളാണ് എന്ന കരാറിലെ വ്യവസ്ഥ. മാത്രവുമല്ല, എന്ത് കൃഷി വേണമെന്നും എത്ര വിളവ് വേണമെന്നും വരെ ഉപദേശിക്കുന്നത് ഈ സ്ഥാപനങ്ങളാണ്. സ്വകാര്യവൽക്കരണം എന്നൊക്കെയുള്ള പതിവ് പദമാലികകൾ കഴിഞ്ഞ് കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണമാണ് ഈ പദ്ധതിയിലൂടെ പൂർത്തിയാക്കുന്നത്. ഇന്ത്യ മാറുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.